ഹായ്, എല്ലാവർക്കും നമസ്കാരം. സ്വന്തമാക്കാനുള്ളതിനെ സ്വതന്ത്രമായി വിടൂ. അത് സ്വന്തമാണെങ്കിൽ തിരികെ നിങ്ങളിലേക്ക് തന്നെ വരും. ഈ കോട്ട് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന പൊസസീവ്നെസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ചില റിലേഷൻഷിപ്പുകളുണ്ട്. പൊസസീവ് കൂടിക്കഴിഞ്ഞാൽ അത് രണ്ടു കൂട്ടർക്കും ബുദ്ധിമുട്ടുള്ളതാണ്. സ്നേഹം കൊണ്ടുണ്ടാകുന്നതാണ് ഈ പൊസസീവ്നെസ്. ഈ പൊസസീവ്നെസ് അധികമായാൽ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഭയങ്കര ബേർഡൻ കൊടുക്കുന്നതാണ്. സ്നേഹത്തിൻ്റെ പുറത്തുള്ള ആ ബേർഡൻ എപ്പോഴും അത് ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അതായത് നമ്മൾ ഹഗ് ചെയ്യുന്നതില്ലേ, എല്ലാവരും ഹഗ് ചെയ്യാറുണ്ട്. ഹഗ് ചെയ്യുന്നത് നമ്മൾ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതാണ് ഹഗ് ചെയ്യുന്നത്. ആ ഹഗ് ചെയ്യുമ്പം നമ്മുടെ പാർട്ട്ണറിനെ മുറുക്കി പിടിച്ച് ആ മുറുക്കി പിടിക്കലിനകത്ത് ആ പാർട്ട്ണർക്ക് ശ്വാസം മുട്ടുക എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ പാർട്ട്ണർക്ക് എത്രത്തോളം അതിനകത്ത് സ്നേഹപ്രകടനമാണോ അതോ ആ കൈകളുടെ ഉള്ളിൽ നിന്നും എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള മനസ്സായിരിക്കും ആ പാർട്ട്ണർക്കുണ്ടാവുക. ആ ഹഗ്ഗിങ്ങിൽ നമ്മൾ ശ്വാസം മുട്ടിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് പൊസസീവ്നെസ്. സ്നേഹം കൊണ്ട് നമ്മൾ ആ പാർട്ട്ണറെ ബുദ്ധിമുട്ടിക്കുമ്പം ഒരുപക്ഷെ അയാൾക്ക് അതിൽ നിന്ന് ഓടിപ്പോകാനുള്ള മനസ്സായിരിക്കും ചിലപ്പം വരുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ കോട്ട് വളരെ പ്രാധാന്യമുള്ളതാണ്. പൊസസീവ്നെസ് സ്നേഹം കൊണ്ടുണ്ടാകുന്നതാണെങ്കിൽ സംശയരോഗം, ചില മുൻകാല അനുഭവങ്ങൾ, ചെറുപ്പത്തിലുണ്ടായ അനുഭവം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിലുണ്ടായ അനുഭവം കൊണ്ട് ആ വ്യക്തിക്കുണ്ടാകുന്ന ഒരുതരം മാനസിക അസുഖമാണ് സംശയരോഗം. ചിലർ പൊസസീവ്നെസ്സിനെയും സംശയരോഗമായിട്ട് കാണാറുണ്ട്. പക്ഷെ അത് സ്നേഹം കൊണ്ടുണ്ടാകുന്നതാണ്. അതിനെ നമ്മൾ ആ രീതിയിൽ കണ്ടാൽ മതി. എല്ലാം ആ ഒരു അസുഖത്തിൻ്റെ കാറ്റഗറിയിൽ വരുന്നില്ല. പൊസസീവ്നെസ് ഉള്ള ആൾ സ്നേഹിക്കുകയും ചെയ്യും. നന്നായി സ്നേഹിച്ചിട്ടാണ് അയാളുടെ പൊസസീവ്നെസ് കാണിക്കുന്നത്. സംശയരോഗമുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ അയാൾ ഒരിക്കലും സ്നേഹപ്രകടനം അവിടെ കാണിക്കത്തുമില്ല. അയാൾക്ക് ഭയങ്കര സംശയാലുവായി പാർട്ട്ണറെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയാണത്. ഇത് രണ്ടും എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. സംശയരോഗത്തിന് കാരണമെന്ന് പറയുന്നത് ചെറുപ്പത്തിലുണ്ടായ എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് പുറത്ത് അയാളുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു പെയിൻ്റെ ബോണ്ടാണ് സംശയരോഗമായിട്ട് വരുന്നത്. അതായത് ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി ആ കുട്ടീനെ മാതാപിതാക്കൾക്ക് ഒന്ന് പുറത്ത് പോകണം, ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ആ കുട്ടിയെ ബന്ധു വീട്ടിൽ കൊണ്ടുവന്ന് ആക്കി. ആ ബന്ധു വീട്ടിൽ കൊണ്ടുവന്ന് ആക്കി കുറച്ച് നേരമൊക്കെ ആ കുട്ടിയുടെ കൂടെ ആ മാതാപിതാക്കളായിരുന്നു. ബന്ധുവിൻ്റെ വീടിൻ്റെ പുറയിലത്തെ വാതിലിലൂടെ കുട്ടി കാണാതെ പോയി. കുട്ടിക്ക് ഈ മാതാപിതാക്കൾ പോയി കഴിഞ്ഞാൽ കുട്ടി നോക്കുമ്പോൾ മാതാപിതാക്കളെ കാണുന്നില്ല. അപ്പൊ ആ കുട്ടി ഭയങ്കരമായിട്ട് കരഞ്ഞു വിഷമിച്ചു. ആ കുട്ടിയുടെ മനസ്സിലുണ്ടായത് എന്നെ ഉപേക്ഷിച്ച് ആ അച്ഛനും അമ്മയും പോയി, ഇനി അവർ വരത്തില്ല എന്ന് പറഞ്ഞ് ആ കുട്ടി ഒരുപാട് കരഞ്ഞ് സങ്കടപ്പെട്ടാണ് കിടന്നുറങ്ങിയത്. പിറ്റേന്ന് പേരൻസ് വന്നു. പക്ഷെ ഈ പെയിൻ്റെ വോണ്ട് അവിടെ കിടക്കും. മുതിർന്നു കഴിഞ്ഞാലും ആ പെയിൻ്റെ വോണ്ട് അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള അനുഭവങ്ങളുള്ള ചില വ്യക്തികൾക്കാണ് താൻ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ അടുത്തുള്ളവർ നഷ്ടപ്പെട്ടു പോകും, അല്ല അവരെന്നെ ഉപേക്ഷിക്കും എന്ന് തോന്നാനുള്ള കാരണം ഇങ്ങനെയുള്ള ചില അനുഭവങ്ങളുടെ കൊണ്ട് ഈ വ്യക്തിയുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അപ്പം സംശയരോഗമുള്ള വ്യക്തിയെ നമുക്ക് അയാളുടെ പാസ്റ്റ് ലൈഫിലുണ്ടായ ഇൻസിഡൻറ്റുകളെല്ലാം പരിശോധിച്ച് അതിനകത്ത് എന്തെങ്കിലും ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ ഹീല് ചെയ്ത് മാറ്റി കഴിയുമ്പോഴത്തേക്കും അയാൾക്ക് അതിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും. അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. പല ദാമ്പത്യങ്ങളും ഈ ഒരു കാരണങ്ങളുടെ പേരിലൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഉണ്ടെങ്കിൽ അവർക്ക് തക്കതായ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നല്ല കൗൺസിലിങ്ങിലൂടെ അവരെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും.